പ്രവാസലോകത്തെ വാർത്തകൾ. അബുദാബിയിൽ രണ്ടിടത്ത് ഇറാൻ ആക്രമണം നടത്തി. ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റിൽ തീപിടുത്തമുണ്ടായി. ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റിന് തീപിടിച്ചതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ചു. അജ്ബാൻ മേഖലയിലും ആക്രമണമുണ്ടായി. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. UAE വ്യോമ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തകർത്ത മിസൈലിന്റെയോ ഡ്രോണിന്റെയോ അവശിഷ്ടങ്ങളാണ് പ്ലാന്റ് പരിസരത്ത് വീണതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് പ്ലാന്റിൽ ചെറിയ തോതിൽ തീപിടുത്തമുണ്ടായി. അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും ഊഹാപോഹങ്ങളും വ്യാജവാർത്തകളും പ്രചരിപ്പിക്കരുതെന്നും പൊതുജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നു. പ്രവാസി മലയാളികൾ ദുരിതത്തിൽ. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം പ്രത്യേക വിമാന സർവീസ് മാത്രമാക്കി പരിമിതപ്പെടുത്തിയതിനാൽ ടിക്കറ്റ് നിരക്ക് നിയന്ത്രണാതീതമായി വർദ്ധിക്കുകയാണ്. അടിയന്തര ആവശ്യങ്ങൾക്കായി നാട്ടിൽ പോകേണ്ട പ്രവാസികൾക്കാണ് ഇത് തിരിച്ചടിയായി മാറിയത്. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് റൺവേ ടിക്കറ്റിന് മാത്രം 79,000 രൂപയാണ് ചില എയർലൈനുകൾ ഈടാക്കുന്നത്. അബുദാബിയിൽ നിന്ന് കൊച്ചി, കോഴിക്കോട് സെക്ടറുകളിലേക്ക് 5-ാം തീയതി വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസില്ല. 6-ാം തീയതി റൺവേ ടിക്കറ്റിന് 63,368 രൂപയാണ് നിരക്ക്. എയർ അറേബ്യ അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് 5 വരെയുള്ള വിമാനങ്ങളിൽ സീറ്റില്ല. ഇത്തിഹാദ് എയർവേസ്, എമിറേറ്റ്സ് എയർലൈൻസ് എന്നീ ഫുൾ സർവീസ് എയർലൈനുകൾ ഒരു ദിവസം തന്നെ കൊച്ചി, കോഴിക്കോട് സെക്ടറുകളിലേക്ക് 4-5 സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും ഇക്കണോമി ക്ലാസ് ടിക്കറ്റുകൾ ലഭ്യമല്ല. ബിസിനസ് ക്ലാസ്സിലാകട്ടെ പൊള്ളുന്ന നിരക്കും. വിമാന കമ്പനികളുടെ ഈ കൊള്ളയ്ക്കെതിരെ അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.